നമസ്കാരം. നമ്മുടെ കുടുംബജീവിതങ്ങളിൽ സ്വപ്നങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്കും, ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും, കൗമാരത്തിൽ നിന്ന് യൗവന അവസ്ഥയിലേക്കും, പിന്നെ വാർദ്ധക്യത്തിലേക്കും ഒക്കെ നമ്മൾ കടന്നു പോകുന്ന അതാണല്ലോ ജീവിതം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ശൈശവം മുലപ്പാലും, ബാല്യം കളിപ്പാട്ടങ്ങളും, യൗവനം സ്വപ്നങ്ങളും, കൗമാരം രതിയും, മരണം എന്ന അവസ്ഥയിലേക്ക് കിടക്കുമ്പോൾ ദുരിതപൂർണമായിട്ടുള്ള ജീവിതമാണെങ്കിലും അല്ലെങ്കിലും മരണാനന്തര ചിന്തയും മരണത്തെക്കുറിച്ചുള്ള ചിന്തയും ഒക്കെയാണല്ലോ ജീവിതത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു മുതൽക്കൂട്ട്. നമ്മൾ മനുഷ്യരെപ്പോഴും അറിയാതെ പോകുന്നത്, ഒരു മനുഷ്യൻ്റെ എന്നെ വിളിക്കുന്നതിൽ 99% ആൾക്കാർക്കും സാമ്പത്തിക പ്രയാസങ്ങൾ, ആ സാമ്പത്തിക പ്രശ്നങ്ങൾ, വീട്, ലോണ്, കുട്ടികൾ, പ്രയാസങ്ങൾ, പഠിത്തം, ഇതൊക്കെ ഉണ്ടെങ്കിലും ആരും സ്വന്തം ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ശരീരത്തിൻ്റെ സുഖാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ ശരീരത്തിൽ ചെയ്യുന്ന മജ്ജയും മാംസവും, മജ്ജയുടെ പുറത്തെ മാംസം, ആ മാംസങ്ങളിലൂടെ ഇടചേർന്ന് നിൽക്കുന്ന ഒരു മനസ്സ്, ബോധം, ഇതൊക്കെയുണ്ട്. പക്ഷേ എല്ലാവരും അതൊക്കെ വിട്ട് നമ്മൾ ശ്വസിക്കുമ്പോൾ മുകളിലേക്ക് പോകുന്ന ശ്വാസം താഴേക്ക് വന്നാൽ മാത്രം ജീവിതമുണ്ടെന്ന് തിരിച്ചറിയാതെ മനുഷ്യൻ ഭൗതികമായിട്ടുള്ള ഭ്രമങ്ങളിൽ ഓടിക്കളിച്ച് നടക്കുന്ന, മറ്റുള്ള ചിന്തകളിൽ കൊണ്ട് ആ ശ്വാസത്തെ പോലും മറികടന്നുള്ള ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ കടന്നു പോകുന്നു. ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം, നമ്മുടെ എല്ലാ മനുഷ്യരും ജീവിച്ചിരിക്കുമ്പോൾ പൂർണ്ണമായ ഒരു ജീവിതമുണ്ടെങ്കിൽ അവർക്കെല്ലാം തന്നെ ഒരു വൃദ്ധാവസ്ഥയുണ്ട്. കൗമാരത്തിലും യൗവനത്തിലുമൊക്കെ നിൽക്കുമ്പോൾ മനുഷ്യർ തല നരച്ച ആൾക്കാരോട് ഏറ്റവും മോശമായി പെരുമാറും. ഏറ്റവും മോശമായി പെരുമാറുന്ന ഒരുപാട് വിഷയങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. കുട്ടികൾ ജനിച്ച് വളർന്ന് അവരെ പഠിപ്പിച്ച് ഒരു ഘട്ടമെത്തുമ്പോൾ ആ കുട്ടികൾ മാതാപിതാക്കളെ മനസ്സിലാക്കണം, മാതാപിതാക്കളുടെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കണം. അവരെ തെക്കേ വാതിലിൻ്റെ ചാവിയിൽ കൊണ്ട് നിർത്തുന്ന മുറികളിലേക്ക് മാറ്റി നിർത്തരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ മുത്തശ്ശിമാർക്ക്, ഞങ്ങളൊക്കെ എൻ്റെ 62ാമത്തെ വയസ്സ്, ഞങ്ങളൊക്കെ മുത്തശ്ശിയുടെ കൂടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. മുറുക്കാൻ്റെ ചുവയുള്ള, മുറുക്കാൻ്റെ മണമുള്ള വിയർപ്പ് തുള്ളികളുള്ള അമ്മൂമ്മമാരും വൈകുന്നേരങ്ങളിൽ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് പുരാണ പുസ്തകങ്ങൾ വായിക്കുകയും, രാമായണം വായിക്കുകയും, ലളിതസഹസ്രനാമം വായിക്കുകയും അതിലെ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാലഘട്ടമൊക്കെ മറിമടന്നുകൊണ്ട് യുവനാവസ്ഥരായ ചെറുപ്പക്കാർ സന്ധ്യാസമയങ്ങളിൽ വീട്ടിലില്ലാത്തൊരവസ്ഥയിലേക്ക് പോയി ചേർന്നു. ജീവിതത്തിലെ ഭൗതിക സുഖങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും അതിന് മറ്റൊരു തലമുണ്ടെന്ന് മനസ്സിലാക്കാതിരിക്കുകയും ശാസ്ത്രത്തിൻ്റെ ആ വളർച്ച മാത്രമേ ഉള്ളൂ എന്നും അമ്പലങ്ങളിലും ആരാധനാലയങ്ങളിലും തൊഴാൻ ആളില്ലാതെ വരുന്ന അവസ്ഥകളുണ്ടാവുകയും, തൊഴാൻ എന്ന് പറഞ്ഞാൽ യുവത്വങ്ങൾ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ക്ഷേത്രങ്ങളിൽ വരാറുള്ളൂ എന്നൊരു സർവേ കണ്ടു അടുത്ത കാലത്ത്. അപ്പോൾ ഇതൊക്കെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ, ക്ലബ്ബുകൾ, കോഫി ഷോപ്പുകളിലും ഇല്ലെങ്കിൽ മദ്യപിക്കുന്നവരാണെങ്കിൽ ബാറുകളിലുമൊക്കെ മനുഷ്യരെ, എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരെ ആണ് ഞാൻ പറയുന്നത്. കാലം പെട്ടെന്ന് ഓടിത്തീരുന്നത് ഒന്നേ ഉള്ളൂ, അത് കാലം കൊണ്ടുപോകുന്നതാണ്. അതൊരിക്കലും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു കാരണം, ഒരു പ്രധാനപ്പെട്ട ആൾ, സംഗീതത്തെ ഏറ്റവും അഗാധമായി സ്നേഹിച്ചിരുന്ന ഒരാൾ, ഒരമ്മയുടെ മകൻ, ഒരമ്മയുടെ മകളെ, രണ്ടുപേരും ഓരോരുത്തരേ ഉള്ളൂ, വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിക്കുന്നത് എന്നത് സന്താനങ്ങളെ സൃഷ്ടിച്ച് അവരെ വളർത്താൻ മാത്രമല്ല, ഇവരുടെ സ്വകാര്യമായിട്ടുള്ള സ്വപ്നങ്ങൾക്ക് യാഥാർത്ഥ്യമാകുന്നത് കൂടിയാണ്. എല്ലാം സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകണം എന്നില്ല. സ്വപ്നങ്ങൾ നിദ്രയിൽ അവസാനിക്കുന്നതാണ്. അതിൻ്റെ ചില ഓർമ്മകളെ കാണൂ. എല്ലാ മനുഷ്യർക്കും നിരവധി നിദ്രയിൽ കാണുന്ന സ്വപ്നങ്ങളുണ്ട്. അങ്ങനെ സംഗീതത്തെ ഭ്രാന്തമായി സ്നേഹിച്ച ഒരു മനുഷ്യൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു. ഒന്ന് ആലോചിക്കണം. ഞാൻ അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ഇവിടെ ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത്, എനിക്കറിയാൻ കഴിഞ്ഞത്, അദ്ദേഹത്തിൻ്റെ യുവതിയായ ഭാര്യയും മക്കളും അമ്മയുടെ കൂടെ കൊണ്ടുപോകാനും ഈ മകൻ്റെ അമ്മയുടെ കൂടെ ഒപ്പം വന്ന് നിൽക്കാൻ മകൻ ആഗ്രഹിക്കുകയും ചെയ്തപ്പോൾ രണ്ടു പേർക്കും ഇടയിലുള്ള ഈ ഒരു എലാസ്റ്റിക് ജീവിതം, നമ്മുടെ ഒരു എലാസ്റ്റിക്കിനെ പിടിച്ചാൽ ഈ വലിഞ്ഞ ജീവിതമാണ്. ആ ജീവിതം അദ്ദേഹത്തിന് സമ്മാനിച്ച്, അല്ലെങ്കിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മനസ്സില്ലാത്ത പുരുഷൻ, അവൻ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുകയും അവന് പറ്റുന്ന സന്തോഷങ്ങൾ കണ്ടെത്തുകയും
ആ സന്തോഷങ്ങളിലും ഒരു സംതൃപ്തി കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥകൾ വരുമ്പോൾ അവൻ സ്വയം ജീവനൊടുക്കാൻ തീരുമാനിക്കും. അവൻ ദൈവം കൊടുത്ത ജന്മം, അവൻ ജന്മം കൊടുത്ത കുട്ടികൾ, അവൻ ജീവിതം കൊടുത്ത ഭാര്യ ഒക്കെ. ദാമ്പത്യം എന്ന് പറയുന്നത് ഒരിക്കലും സിനിമയിലും സീരിയലിലും ഒക്കെ കാണുള്ളൂ. സുഖകരമായ ദാമ്പത്യത്തിൻ്റെ 3-4 സീൻസ്, പിന്നെല്ലാം സംഘർഷങ്ങളാണ്. അത്തരത്തിൽ ജീവിതം നഷ്ടപ്പെട്ടു പോകുമ്പോൾ മനുഷ്യൻ ജീവിതം അവസാനിപ്പിക്കും. ജീവിതം അവസാനിപ്പിക്കുന്ന ആൾക്കാരുടെ മരണാനന്തര ജീവിതം പ്രേതങ്ങളായി അലഞ്ഞു നടക്കും. അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അത് വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹം തൂങ്ങി മരിച്ച സ്ഥലവും അദ്ദേഹത്തിൻ്റെ ഉടഞ്ഞുപോയ സ്വപ്നങ്ങളും അദ്ദേഹം ഉപേക്ഷിച്ചു പോയ ഭാര്യയും കുട്ടിയും അമ്മയും, മാതാവെന്ന് പറയുന്നത് വലിയ ഒരു സത്യം, അമ്മ എന്ന് പറയുന്ന ഒരു സത്യം, അമ്മയില്ലാത്തൊരു സത്യമുണ്ടോ എന്നാണ് നമ്മളെ കവികളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഈ അമ്മ എന്ത് ചെയ്യണം? മകനെ, നീ മക്കളോടെ പോയി ജീവിച്ചോളൂ, ഈ അമ്മ തൃപ്തിയായിട്ട് ഇവിടെ കഴിഞ്ഞോളാമെന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയോ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അമ്മ എന്ത് പറയണം? നീ കുട്ടികളെയും കൊണ്ട് നിങ്ങൾക്ക് എവിടെയാണോ സന്തോഷം, ആ സന്തോഷത്തിൽ നിങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ ഇലാസ്റ്റിക് ജീവിതമായപ്പോൾ മൃത്യുവിനടിമയായിപ്പോയി. വിധവയായില്ലേ കുട്ടികൾക്ക് അച്ഛനില്ലാതായില്ലേ? അദ്ദേഹം സംഗീതത്തിന് സമ്മാനിക്കേണ്ട വലിയ വിലപ്പെട്ട സംഭാവനകളെല്ലാം ഉപേക്ഷിച്ചു പോയില്ലേ? ഇതൊരു പാഠമായിട്ടെടുക്കണം. ഇതൊരു വലിയ പാഠമാണ്. കാരണം കുട്ടികളെ വളർത്തിയെടുക്കുമ്പോൾ കുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടിലേക്കോ ഭർത്താവ് മറ്റൊരു വീട്ടിലേക്കോ ചെല്ലുമ്പോൾ ഭർത്താവാണെങ്കിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന സഹോദരിയോ അമ്മമാരെയോ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളതും വിലയിരുത്തലുകളും, ഭാര്യയായി ഭർത്താവ് വന്നു കഴിഞ്ഞാൽ ആ ഭർത്താവിനെ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളതൊക്കെ ചിന്തിക്കാത്തത് കൊണ്ട് സംഭവിക്കുന്ന മഹാദുരന്തങ്ങൾ. ഇനി ജീവിതത്തിലുടനീളം ഒരു വിധവയായി ജീവിക്കാം, ഇല്ലേ, ഒരു വൈധവ്യത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് പോയി ജീവിക്കാം. ആ ഓർമ്മകളിൽ എനിക്കറിയാവുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇതേപോലെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളെ വിസ്മരിച്ചുകൊണ്ട് പിടിവാശിയും നിർബന്ധ ബുദ്ധികളൊക്കെ കൊണ്ട് ജീവിതം കൈമോശം വന്ന് നശിച്ചു പോകുന്നൊരവസ്ഥ. കുട്ടികളെ വളർത്തുമ്പോൾ മാതാപിതാക്കൾ, മുതിർന്നവർ ചിന്തിക്കണം. മുതിർന്നവർ പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് മറ്റൊരു വീട്ടിലേക്ക് ചെയ്യുന്ന പെൺകുട്ടി എങ്ങനെയാണ് പെരുമാറേണ്ടത്. ആ പെൺകുട്ടി അവിടുത്തെ മാതാപിതാക്കളെ സ്വന്തം അച്ഛനമ്മമാരെ പോലെ കാണണം. ഭർത്താവിനെ തൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേർന്ന ഭർത്താവിനെ ചിലപ്പോൾ മനസ്സിലാക്കാൻ ജീവിതത്തിൻ്റെ അവസാനമേ പറ്റൂ, പലരെയും മനസ്സിലാക്കാനൊന്നും പറ്റില്ല. എന്നാൽ പോലും ഒരു പരസ്പരം വിട്ടുവീഴ്ചയോടുകൂടി ജീവിക്കുമ്പോൾ മാത്രമേ അതിനൊരു ജീവിതം പൂർണ്ണമാവുകയുള്ളൂ. ഞാനൊക്കെ എൻ്റെ അനുഭവം, എൻ്റെ കപട സന്യാസിയുടെ ആത്മകഥ എന്ന് പറയുന്ന പുസ്തകം വായിച്ചാൽ തകർന്നുപോയ ജീവിതത്തിൽ എന്തൊക്കെയാണ് നമുക്ക് സംഭവിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തകരുന്ന ഒരാളുടെ കുടുംബമല്ല, ആ കുടുംബം മുഴുവൻ ശിഥിലമായി പോവുകയാണ്. അവിടെ നിന്ന് തലമുറകൾ ഇല്ലാതായി പോവുകയാണ്. ഈ കുട്ടികൾ വളരുന്നത് എങ്ങനായിരിക്കും? അച്ഛനില്ലാതെ. അച്ഛൻ്റെ മരണം ദുർമരണമാണ്. ദുർമരണത്തിന് സമാന്തരമായി മരിക്കാതെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. മദ്യത്തിനടിമയായി നശിക്കുന്ന എത്രയോ പേരുണ്ട്. എത്രയോ സ്ത്രീകൾ ഭർത്താവിൻ്റെ ഉത്തരവാദിത്വമില്ലാത്ത ജീവിതങ്ങൾ കൊണ്ട് മറ്റൊരു ബന്ധത്തിനും തയ്യാറാകാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. ഇനി മറ്റുള്ളവരുടെ വലയിൽ പോയി പെടുന്നവരുണ്ട്. അതിൽ വഞ്ചിക്കപ്പെടുന്നവരുണ്ട്. അപമാനവും അപകീർത്തിയും ഉണ്ടാകുന്നവരുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ സമൂഹത്തിൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന വിപത്തുകളെക്കുറിച്ചാണ് പറയുന്നത്. വാർത്തകൾ ഇന്ന് പറഞ്ഞ് നാളെ പോകും. വാർത്തകളെല്ലാം തന്നെ ആ നിമിഷത്തെ, അന്നത്തെ 24 മണിക്കൂറേ ഉള്ളൂ വാർത്തകൾക്ക് ജീവൻ. കൂടിപ്പോയാൽ 48 മണിക്കൂർ. അതിനപ്പുറത്തേക്ക് ഒരു വാർത്തകൾക്കും ജീവനില്ല. ആ ജീവൻ തുടിക്കുന്ന വാർത്ത ജനിച്ചു കഴിഞ്ഞാൽ ആ വാർത്ത വളർന്നില്ലാതാകാൻ 48 മണിക്കൂർ മതി. ഈ ചില ഫോളോ അപ്പുകളെന്ന് പറയും, ആ ഫോളോ അപ്പുകളൊന്നും പറ്റില്ല ജീവിതത്തിലും വാർത്തകളിലും. കാരണം ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ മറ്റൊന്നിനെ പിന്തള്ളിക്കൊണ്ടേയിരിക്കും. നമ്മളെ അറിയിക്കുന്നതാണ്, വാർത്തകൾ അറിയിക്കുക എന്നുള്ളതാണ്. ആ വാർത്തകൾ പറയുന്നതിനകത്തെ അംശം, എന്താണ് അതിൻ്റെ അംശകം, അതിൻ്റെ കണ്ടൻറ് എന്താണ് ഈ വാർത്ത കൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഉത്തമമായൊരു ദാമ്പത്യം ഉണ്ടാകും. കുട്ടികളെ വളർത്തുമ്പോൾ കുട്ടികൾക്ക് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, എത്ര സമ്പന്നനായാലും കുട്ടികളെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുകയും പരസ്പരം വിട്ടുവീഴ്ചയോടുകൂടി മാത്രം ജീവിച്ചാലേ ദാമ്പത്യങ്ങൾ നിലനിൽക്കുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ വാർദ്ധക്യത്തിൽ നമ്മൾ അവസാനം ദുഃഖിച്ചിട്ട് കാര്യമില്ല. ജീവിതത്തിൻ്റെ ഏതെങ്കിലും വീടിൻ്റെ ഏതെങ്കിലും ഒഴിഞ്ഞ കോണിൽ ഞാൻ ഇവളെ ഇങ്ങനെ വളർത്തിക്കളഞ്ഞല്ലോ, ഇവളിങ്ങനെ പെരുമാറുന്നല്ലോ,
ഇല്ലെങ്കിൽ മകൻ എൻ്റെ അമ്മയോട് ഞാനിങ്ങനെ പെരുമാറുന്നല്ലോ, എൻ്റെ ഭാര്യ എന്നോട് ഇങ്ങനെയാണല്ലോ പെരുമാറുന്നത്, ഇതൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താവാനാവാതെ ഒരു ദിവസം നമ്മളും നമ്മുടെ ശ്വാസം, ഈ ശരീരം ഇവിടെ വെടിഞ്ഞ് നമ്മൾ പോകും. ശരീരം വെടിയുന്നതിന് മുമ്പ് നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിക്കുക, നമ്മൾ ഏത് വഴിയിലൂടെയാണ് സഞ്ചരിച്ചു വന്നത്, നമ്മൾ തെറ്റാണോ ശരിയാണോ, ഇനി ഒരു തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കാനുള്ള അവസ്ഥകളുണ്ടോ. അതുകൊണ്ട് ഇത് കഴിഞ്ഞു പോയവർക്കുള്ളതല്ല, വരുന്ന തലമുറയ്ക്കുള്ള ഒരു അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതായി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇത് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടുകൂടി നിർത്തുന്നു. നമസ്കാരം.